വിറ്റേക്കർ 5 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. 1969 റോബർട്ട് എച്ച് വിറ്റേക്കർ ആണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം പ്രപ്പോസ് ചെയ്തത്. ഇതിൽ എല്ലാ ജീവജാലങ്ങളെയും 5 ഡിഫറെൻറ്റ് കിങ്ഡത്തിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ക്ലാസിഫിക്കേഷൻ നടത്താനായിട്ട് പഠിച്ച ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ ഓഫ് സെൽ, എല്ലാ ലിവിങ് ഓർഗാനിസത്തിൻ്റെയും സെൽ സ്ട്രക്ചർ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, ഓട്ടോട്രോഫിക് ആണോ ഹെറ്ററോട്രോഫിക് ആണോ, സോഴ്സ് ഓഫ് ന്യൂട്രീഷൻ ഓർഗാനിക് സോഴ്സ് ആണോ ഇനോർഗാനിക് സോഴ്സ് ആണോ, അതേപോലെ ഇൻ്റർ റിലേഷൻഷിപ്പ്, ഓരോ കിങ്ഡത്തിലും പ്ലേസ് ചെയ്തിരിക്കുന്ന ഓർഗാനിസം തമ്മിലുള്ള ബന്ധം, ദെൻ ബോഡി ഓർഗനൈസേഷൻ, സിമ്പിളായിട്ടുള്ള ബോഡിയാണോ കോംപ്ലക്സ് ആയിട്ടുള്ള ബോഡിയാണോ, ആൻഡ് റീപ്രൊഡക്ഷൻ, ഏത് രീതിയിലാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഇത്രയും ക്യാരക്ടേഴ്സ് നോക്കിയിട്ടാണ് ഈ 5 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ റോബർട്ട് എച്ച് വിറ്റേക്കർ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. 5 കിങ്ഡം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിങ്ഡം മൊണീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം അനിമാലിയ. കിങ്ഡം മൊണീറ എന്ന് പറയുമ്പോൾ അതിൽ ബാക്ടീരിയ, ആർക്കി ബാക്ടീരിയ ഒക്കെയാണ് വരുന്നത്. പ്രോട്ടിസ്റ്റയിൽ ആൽഗയും പ്രോട്ടോസോവയും, ഫഞ്ചൈയിൽ പേര് പോലെ തന്നെയാണ് ഫംഗസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പ്ലാന്റേ എന്ന് പറയുമ്പം എല്ലാത്തരം ചെടികളും, അനിമാലിയ എന്ന് പറയുമ്പം മൃഗങ്ങളും പക്ഷികളുമാണ് അതിൽ വരുന്നത്. കിങ്ഡം മൊണീറ എന്ന് പറയുമ്പോൾ അതിൽ പ്രൊകാരിയോട്ടിക് ആയിട്ടുള്ള യൂണിസെല്ലുലാർ ഓർഗൻസ് ആണ് ഉള്ളത്. പ്രൊകാരിയോട്ടിക് എന്ന് വെച്ചാൽ എന്താ, ആ സെല്ലിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസോ മറ്റ് സെൽ ഓർഗനൽസോ ഉണ്ടായിരിക്കില്ല. യൂണിസെല്ലുലാർ ആണ് എന്ന് വെച്ചാൽ ഒരൊറ്റ സെല്ലേ ഉണ്ടായിരിക്കുകയുള്ളൂ. മോഡ് ഓഫ് ന്യൂട്രീഷൻ ഓട്ടോട്രോഫിക് ആൻഡ് ഹെറ്ററോട്രോഫിക്. ഓട്ടോട്രോഫിക് എന്ന് പറയുമ്പോൾ ഇനോർഗാനിക് ആയിട്ടുള്ള സബ്സ്റ്റൻസിൽ നിന്ന് സ്വയം ആവശ്യമുള്ള ന്യൂട്രീഷൻസ് ഉണ്ടാക്കിയെടുക്കുക. ഹെറ്ററോട്രോഫിക് എന്ന് പറയുമ്പോൾ മറ്റ് ഓർഗാനിക് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആവശ്യമുള്ള ന്യൂട്രീഷൻസ് എടുക്കുന്നത്. എക്സാമ്പിൾ വരുന്നത് ബാക്ടീരിയയും സൈനോ ബാക്ടീരിയയുമാണ്. രണ്ടാമത്തത് കിങ്ഡം പ്രോട്ടിസ്റ്റ. ഈ ഒരു കിങ്ഡത്തിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഓർഗാനിസം യൂണിസെല്ലുലാർ ആണ്, ഒരു സെല്ലേ ഉണ്ടായിരിക്കുകയുള്ളൂ, പക്ഷേ യുക്കാരിയോട്ടിക് ആണ്. യുക്കാരിയോട്ടിക് ആയതുകൊണ്ട് തന്നെ ഈ സെല്ലിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസും മറ്റ് സെൽ ഓർഗനൽസും ഉണ്ടായിരിക്കും. മോഡ് ഓഫ് ന്യൂട്രീഷൻ ഓട്ടോട്രോഫിക്കും ഹെറ്ററോട്രോഫിക്കും ആവാം. ലോക്കോമോട്ടറി എപ്പൻഡേജസ് ഉണ്ട്, സീലിയ അല്ലെങ്കിൽ ഫ്ലജല്ല. സീലിയ ഫ്ലജല്ല എന്നൊക്കെ പറയുന്നത് പെർമനൻ്റ് ആയിട്ടുള്ള ലോക്കോമോട്ടറി അപ്പൻഡേജസ് ആണ്, ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. അതിങ്ങനെ പുറത്തേക്ക് ഈ ശരീരത്തിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കും. അത് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട്, അവർക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ലോക്കോമോട്ടറി ഓർഗൻസ് ആണ്. സ്യൂഡോപോഡിയ അതേപോലെ മറ്റൊരു ലോക്കോമോട്ടറി അപ്പൻഡേജ് ആണ്. അത് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ അല്ല അല്ലെങ്കിൽ സ്ട്രക്ചർ അല്ല, ടെമ്പററി ആയിട്ടുള്ള സൈറ്റോപ്ലാസ്മിക് പ്രൊജക്ഷൻസ് ആണ്. എക്സാമ്പിൾ വരുന്നത് ഡയാറ്റംസ്, അതേപോലെ മറ്റ് പ്രോട്ടോസോവൻസ് ലൈക്ക് അമീബ, പാരമീഷ്യം. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ഇമേജ് ഡയാറ്റം, രണ്ടാമത്തത് അമീബ, മൂന്നാമത്തത് പാരമീഷ്യം. കിങ്ഡം ഫഞ്ചൈ എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് ഫംഗസ് ആണ്. ഫംഗസ് എല്ലാം തന്നെ മൾട്ടി സെല്ലുലാറും യുക്കാരിയോട്ടിക്കുമാണ്. മോഡ് ഓഫ് ന്യൂട്രീഷൻ ഹെറ്ററോട്രോഫിക് ആണ്, അതിൽ തന്നെ സാപ്രോഫൈറ്റിക് ആണ്. ഹെറ്ററോട്രോഫിക് എന്ന് പറയാൻ കാരണം ഈ ഫംഗസ് എല്ലാം തന്നെ മറ്റ് ഓർഗാനിക് ആയിട്ടുള്ള മാറ്ററിൽ നിന്ന് തന്നെയാണ് ഫുഡ് കണ്ടെത്തുന്നത്, ന്യൂട്രീഷൻ കണ്ടെത്തുന്നത്. സാപ്രോഫൈറ്റിക് എന്ന് പറയാൻ കാരണം ഈ ഡിക്കേയിങ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഡികമ്പോസിഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓർഗാനിക് സോഴ്സിൽ നിന്നാണ് ഇവർ ഫുഡ് കണ്ടെത്തുന്നത്. ഡികമ്പോസിഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചീഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവജാലങ്ങളാണ് ഇവർക്ക് ഫുഡ് സോഴ്സായിട്ട് വരുന്നത്. സ്ട്രക്ചർ പറയുകയാണെന്നുണ്ടെങ്കിൽ സെൽ വാൾ ഉണ്ട്. ഈ സെൽ വാളിൻ്റെ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് കൈറ്റിനാണ്. ഇനി ചില ഫംഗസുകൾക്ക് ബ്ലൂ ഗ്രീൻ ആൽഗയായിട്ട് സിംബയോട്ടിക് അസോസിയേഷൻ ഉണ്ടായിരിക്കും. അതാണ് ലൈക്കൺ. ഇപ്പോൾ ഫംഗസിന് എക്സാമ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസ്റ്റ്, മഷ്റൂം, ആസ്പെർജില്ലസ് എല്ലാം ഫംഗസ് കിങ്ഡം ഫംഗയിൽ വരുന്ന എക്സാമ്പിൾസ് ആണ്. എല്ലാവിധ ചെടികളെയും ഉൾപ്പെടുത്തിയിട്ടാണ് കിങ്ഡം പ്ലാന്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം ചെടികൾ എന്ന് പറയുമ്പോൾ തന്നെ അതെല്ലാം യുക്കാരിയോട്ടിക്കും മൾട്ടി സെല്ലുലാറും ആണ്. സെൽ വാൾ ഉണ്ട്. സെൽ വാളിൻ്റെ സബ്സ്റ്റൻസ്, മെയിൻ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് സെല്ലുലോസ് ആണ്. ഇനി ഇതിൻ്റെ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഓട്ടോട്രോഫിക് ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ ഡിപ്പെൻഡ് അപ്പോൺ ഇനോർഗാനിക് സോഴ്സ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ്. അത് ന്യൂട്രീഷൻ ഉണ്ടാക്കുന്നത് ഫോട്ടോസിന്തസിസ് എന്ന മെക്കാനിസത്തിൽ കൂടെയാണ്.
ഓരോ ചെടിയുടെയും ബോഡി ഡിഫറൻസിയേഷനും അതേപോലെ തന്നെ വാസ്കുലർ ടിഷ്യൂസിൻ്റെ പ്രസൻസോ ആബ്സൻസോ അനുസരിച്ചിട്ട് കിങ്ഡം പ്ലാന്റ് 5 ഡിവിഷനായിട്ട് വീണ്ടും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഡിവിഷൻ താലോഫൈറ്റ, ഡിവിഷൻ ബ്രയോഫൈറ്റ, ഡിവിഷൻ ടെറിഡോഫൈറ്റ, ഡിവിഷൻ ജിംനോസ്പേം ആൻഡ് ഡിവിഷൻ ആൻജിയോസ്പേം. ഇതിൽ താലോഫൈറ്റ എന്ന് പറയുമ്പോൾ എല്ലാ ആൽഗയും വരുന്നത് ഈ ഒരു ഡിവിഷനിലാണ്. ബ്രയോഫൈറ്റ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രയോഫൈറ്റ്സ്, റിക്സിയ, മെർക്കൻഷ്യ പോലെയുള്ള ബ്രയോഫൈറ്റ്സ് എല്ലാം ബ്രയോഫൈറ്റയിലും, ടെറിഡോഫൈറ്റ എന്ന് പറയുമ്പോൾ സെലാജിനെല്ല, ടെറിസ്, അതേപോലെ തന്നെ ഇക്വിസീറ്റം പോലെയുള്ള ടെറിഡോഫൈറ്റ്സ് വരുന്ന ഡിവിഷനാണ്. ജിംനോസ്പേംസ് എന്ന് പറയുമ്പം സൈക്കസ്, പൈനസ്, നീറ്റം ഒക്കെ ഇതിൽ വരുന്നു. ആൻജിയോസ്പേം എന്ന് പറയുമ്പോൾ എല്ലാ ഡൈക്കോട്ട്സും മോണോകോട്ട്സും ഡിവിഷൻ ആൻജിയോസ്പേംസിലാണ് വരുന്നത്. ഓർക്കിഡ് ഒരു എക്സാമ്പിളാണ്. ഇപ്പോൾ കിങ്ഡം ആനിമാലിയ എന്ന് പറയുമ്പോൾ എല്ലാ മൃഗങ്ങളും പക്ഷികളും കിങ്ഡം ആനിമാലിയയിലാണ് വരുന്നത്. അപ്പോൾ മനുഷ്യനുൾപ്പെടെയുള്ള എല്ലാ മൃഗങ്ങളും അതിലാണ് വരുന്നത്. അപ്പം നമുക്ക് നമ്മളുടെ ഫീച്ചർ തന്നെ അറിയാലോ, നമ്മൾ മൾട്ടി സെല്ലുലാറാണ്, യുകാരിയോട്ടിക് ആണ്, നമുക്ക് സെൽ വാൾ ഇല്ല. ന്യൂട്രീഷൻ എന്താ, ഹെറ്ററോട്രോഫിക്കും ആണ്. ഇനി ഈ കിങ്ഡം ആനിമാലിയ എന്ന് പറയുമ്പം ഇറ്റ് എക്സിബിറ്റ് ഗ്രേറ്റ് ഡൈവേഴ്സിറ്റി. വളരെ സിമ്പിളായിട്ടുള്ള ബോഡി ഓർഗനൈസേഷൻ ഉള്ള സ്പോഞ്ചസ് മുതൽ, സിമ്പിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഇപ്പം സ്പോഞ്ചസ് നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. ഇതിലത്തെ ഫസ്റ്റ് ഇമേജാണ് സ്പോഞ്ചസ്. ഈ സ്പോഞ്ചിന് സിമ്പിളായിട്ടുള്ളൊരു ബോഡിയാണുള്ളത് എന്ന് വെച്ചാൽ അതിന് ബ്രെയിനോ നെർവസ് സിസ്റ്റമോ ഒന്നുമില്ല. പിന്നെ കോംപ്ലക്സ് ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ഒരു ശരീരം പോലെ നമുക്ക് ബ്രെയിൻ ഉണ്ട്, നെർവസ് സിസ്റ്റം ഉണ്ട്, സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്, റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ട്. അങ്ങനെ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ലേബർ ഡിവിഷൻ നടത്തിയിട്ടുള്ള കുറേ സ്ട്രക്ചേഴ്സ് ഉണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ. പ്ലാന്റ് കിങ്ഡം പോലെ തന്നെ ആനിമൽ കിങ്ഡവും സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫൈല, ഇവിടെ ഡിവിഷൻ എന്നല്ല, നമ്മൾ ഫൈല എന്നാണ് പറയുക. സോ സം ഓഫ് ദ ഫൈല ആർ പോരിഫെറ, സീലൻട്രേറ്റ, ആർത്രോപോഡ, എക്കനോഡെർമാറ്റ, കോർഡാറ്റ എക്സെട്ര. കിങ്ഡം പോരിഫെറയിൽ വരുന്ന എക്സാമ്പിളാണ് സ്പോഞ്ചസ്. ജെല്ലി ഫിഷ് ഫൈലം സീലൻട്രേറ്റയിൽ വരുന്നതാണ്. അതേപോലെ ക്രാബ് എന്ന് പറയുന്നത് ആർത്രോപോഡ ഫൈലത്തിലാണ് വരുന്നത്. ഈ പലതരം പ്രാണികളും അതുപോലെ എട്ടുകാലി, ചെമ്മീൻ, ഇതെല്ലാം ഫൈലം ആർത്രോപോഡയിലാണ്. ആനിമാലിയ കിങ്ഡത്തിലെ ലാർജസ്റ്റ് ഫൈലയാണ് ഫൈലം ആർത്രോപോഡ. സ്റ്റാർ ഫിഷ് വരുന്നത് കൈനോഡെർമാറ്റ എന്ന ഫൈലത്തിലാണ്, ഫൈലം കോർഡാറ്റയിലാണ്. ബാക്കി ഫിഷ്, ആംഫീബിയൻസ്, അതായത് ഈ തവള ഒക്കെ, ദെൻ റെപ്റ്റൈൽസ്, പല്ലി, ബേർഡ്സ്, പക്ഷികളും പിന്നെ മാമൽസ്, ബാക്കി മൃഗങ്ങളെല്ലാം വരുന്നത് ഫൈലം കോർഡാറ്റയിലാണ്. ഇനി ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും നോക്കുകയാണെന്നുണ്ടെങ്കിൽ, മെറിറ്റ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ, ബെറ്റർ റിലേഷൻഷിപ്പ് എമംഗ് ഓർഗാനിസം വിത്ത് റെഫറൻസ് ടു ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. സെല്ലുലാർ ഓർഗനൈസേഷൻ വെച്ച് നോക്കുമ്പം ഈ സെൽ സ്ട്രക്ചർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ കിങ്ഡത്തിലും ഉള്ള ഓർഗാനിസം വളരെ റിലേറ്റഡ് ആണ്. ദെൻ ക്ലിയർ കട്ട് റെപ്രസെൻറ്റേഷൻ ഓഫ് മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഓരോ കിങ്ഡത്തിലെയും ഓർഗാനിസത്തിൻ്റെ ന്യൂട്രീഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ ഓട്ടോട്രോഫിക് ആണോ ഹെറ്ററോട്രോഫിക് ആണോ എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് തരംതിരിച്ച് തന്നെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ബെറ്റർ എവല്യൂഷണറി ട്രെൻഡ് റിഫ്ലക്റ്റിംഗ് ഗ്രാജുവൽ എവല്യൂഷൻ ഓഫ് കോംപ്ലക്സ് ഓർഗാനിസം ഫ്രം സിംപ്ലർ വൺസ്. ഇപ്പം കിങ്ഡം മുണീറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വളരെ സിമ്പിളായിട്ടുള്ള യൂണിസെല്ലുലാർ പ്രൊകാരിയോട്സ് ആണ് ഉള്ളത്. അപ്പം അവിടെ സെല്ലിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൽ ഓർഗനൽസ് ഒന്നുമില്ല. മാത്രമല്ല എല്ലാം യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്. എന്നാൽ കിങ്ഡം അനിമാലിയയിലേക്ക് വരുമ്പോൾ മൾട്ടി സെല്ലുലാറാണ്, യുകാരിയോട്ടിക്കും ആണ്. ബോഡി ഓർഗനൈസേഷൻ സിമ്പിൾ ടു കോംപ്ലക്സും വരുന്നുണ്ട്. അപ്പം ആ ഒരു ഡിഫറൻസ് ആ എവല്യൂഷണറി ബേസിൽ നോക്കുമ്പോൾ സിമ്പിളായിട്ടുള്ള ലിവിങ് ഓർഗാനിസത്തിൽ നിന്ന് കോംപ്ലക്സ് ആയിട്ടുള്ള ലിവിങ് ഓർഗാനിസത്തിലേക്കുള്ള ആ ഒരു ഗ്രാജുവൽ ട്രാൻസിഷൻ ഈ 5 കിങ്ഡത്തിലും കൃത്യമായിട്ട് പ്രതിഫലിക്കുന്ന രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. Better placement of certain controversial groups like cyanobacteria, fungi and euglenoids. Better placement of certain controversial groups like cyanobacteria, fungi, etc. അപ്പം ഈ സൈനോബാക്ടീരിയ ഈ ഒരു 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് ഈ മൈക്രോബയോളജി എന്ന് പറഞ്ഞ ബ്രാഞ്ച് അത്രയും
അഡ്വാൻസ്ഡ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ മൈക്രോബിയൽ ഡൈവേഴ്സിറ്റി കൃത്യമായിട്ട് പഠിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ഈ സൈനോബാക്ടീരിയ, അതുപോലെ ഫഞ്ചൈ എല്ലാം കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടാണ് ഈ ക്ലാസിഫിക്കേഷനിൽ വന്നിട്ടുള്ളത്. സൈനോബാക്ടീരിയ ബാക്ടീരിയയോടൊപ്പം കിങ്ഡം പ്രോട്ടിസ്റ്റയിലാണ് ഉള്ളത്. ആക്ച്വലി ഇത് കോൺട്രോവേഴ്ഷ്യൽ ഗ്രൂപ്പാണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈനോബാക്ടീരിയ ആൽഗെ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ ബാക്ടീരിയയുടെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട് താനും. അപ്പം അത് ഒരു കോൺട്രോവേഴ്സിയാണ്. അത് ബാക്ടീരിയയിലാണോ അതോ ആൽഗയിലാണോ എന്നുള്ളത് ഒരു ഡിസ്കഷൻ നടക്കുന്നതാണ്. ദെൻ ഫംഗസ് എന്ന് പറയുമ്പോൾ പ്ലാന്റും ആണോ ആൽമനാണോ എന്നുള്ളത് അതും ഈ പറയുന്ന പോലെ രണ്ട് ക്യാരക്ടേഴ്സും കാണിക്കുന്നത് കൊണ്ട് അത് പ്ലാന്റ്സിലും ആനിമലിലും പെടുത്താതെ സെപ്പറേറ്റ് ഒരു കിങ്ഡം അതിന് കൊടുത്തിട്ടുണ്ട്. അതും ഈ ഒരു ക്ലാസിഫിക്കേഷൻ്റെ മെറിറ്റായിട്ട് നമുക്ക് കാണാം. ഇനി ഡീമെറിറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറസിനെ ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ വൈറസിനെ എവിടെയും പ്ലേസ് ചെയ്തിട്ടില്ല. അതും ഒരു പക്ഷേ ഈ പറയുന്ന പോലെ ആ സമയത്ത് സ്റ്റഡീസ് അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം. വൈറസ് എന്ന് പറയുമ്പം ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ എന്നുള്ളത് ഇപ്പോഴും കൺക്ലൂഡ് ചെയ്യാത്ത ഒരു കാര്യമാണ്. കാരണം ഒരു ലിവിങ് സെല്ലിൻ്റെ ഉള്ളിൽ മാത്രമേ അത് ആക്റ്റീവ് ആയിരിക്കുകയുള്ളൂ. ലിവിങ് സെല്ലിൻ്റെ പുറത്താണ് എന്നുണ്ടെങ്കിൽ അത് മെറ്റബോളിക്കലി ഇനാക്റ്റീവ് ആയിട്ടാണ് കാണുന്നത്. അപ്പം അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടായിരിക്കാം ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ വൈറസിനെ എവിടെയും പ്ലേസ് ചെയ്തിട്ടില്ല. Then poor understanding about microbial biodiversity as the Archaebacteria and bacteria are kept under the same single kingdom Munera. Archaebacteria and bacteria രണ്ടും നോക്കുമ്പം കുറച്ച് ഡിഫറൻസസ് ഉണ്ട്. മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കിബാക്ടീരിയ വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ലിവിങ് കണ്ടീഷനിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഹോട്ട് സ്പ്രിങ് അല്ലെങ്കിൽ എക്സ്ട്രീം കോൾഡ് ടെമ്പറേച്ചറിലൊക്കെയാണ് കാണാൻ സാധിക്കുക. ബാക്ടീരിയ അങ്ങനെയല്ല. ബാക്ടീരിയ നമുക്ക് എല്ലാ ലിവിങ് കണ്ടീഷനിലും എല്ലാ സർഫസിലും എല്ലാ ഹാബിറ്ററ്റിലും ബാക്ടീരിയനെ കാണാൻ സാധിക്കും. ഇത് മാത്രമല്ല, ഇത് വളരെ സിമ്പിളായിട്ടൊരു ഡിഫറൻസ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് മാത്രമല്ലാതെ അതിൻ്റെ മെറ്റബോളിസം നോക്കുകയാണെന്നുണ്ടെങ്കിലും അതേപോലെ DNA സ്ട്രക്ചർ നോക്കുകയാണെങ്കിലും ഒക്കെ ഡിഫറൻസ് ഉണ്ട്. ഇംപ്രോപ്പർ ഗ്രൂപ്പിംഗ് ഓഫ് കിങ്ഡം പ്രോട്ടിസ്റ്റ. പ്രോട്ടിസ്റ്റ കിങ്ഡത്തിൽ വരുന്നതാണ് ഡയാറ്റം, അമീബ, അതേപോലെ തന്നെ പാരമീഷ്യം. അപ്പം ഈ ഡയാറ്റം എന്ന് പറയുന്നത് ആൽഗയിൽ ഉൾപ്പെടുന്നതാണ്. അമീബ പിന്നെ അതേപോലെ പാരമീഷ്യം രണ്ടും യൂണിസെല്ലുലായിട്ടുള്ള ഓർഗനാണ്. പ്ലാന്റ് ആനിമലായിട്ടൊന്നും അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഡയാറ്റത്തിന് സെൽ വാൾ ഉണ്ട്, എന്നാൽ അമീബയ്ക്കും പാരമീഷ്യത്തിനും സെൽ വാൾ ഇല്ല. അപ്പോൾ ഇത്തരം ഡിഫറൻസ് ഉണ്ട്. എങ്കിലും ഇതെല്ലാം ഒറ്റ കിങ്ഡത്തിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതൊരു ഡീമെറിറ്റാണ്. അതേപോലെ തന്നെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻക്ലൂഷൻ ഓഫ് ഡൈനോഫ്ലജലേറ്റ്സ് അണ്ടർ പ്രോട്ടിസ്റ്റ. അതൊരു ഡീമെറിറ്റാണ്. കാരണം ഡൈനോഫ്ലജലേറ്റ്സ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ആൽഗയാണ്. ആൻഡ് അത് യുക്കാരിയോട്ടിക് അല്ല, പക്ഷേ മീസോകാരിയോട്ടിക് ആണ്. മീസോകാരിയോട്ടിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുക്കാരിയോട്സിനും പ്രൊക്കാരിയോട്സിനും ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ്. എന്ന് വെച്ചാൽ ഈ സെല്ലിൽ ന്യൂക്ലിയസ്, മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പോലെയുള്ള ചില ഓർഗനൽസ് കാണാം. എന്നാൽ അതൊക്കെ യുക്കാരിയോട്ടിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. എന്നാൽ ഡിവിഷൻ നടക്കുന്നത്, സെൽ ഡിവിഷൻ നടക്കുന്നത് എമയോട്ടിക് സെൽ ഡിവിഷനാണ്, പ്രൊക്കാരിയോട്സിൻ്റെ പോലെ. അപ്പം ഈ പ്രൊക്കാരിയോട്ടിൻ്റെയും യുക്കാരിയോട്ടിക് സെൽസിൻ്റെയും ക്യാരക്ടേഴ്സ് ഒരുമിച്ച് കാണുന്ന രണ്ടിൽ നിന്നും ക്യാരക്ടേഴ്സ് രണ്ടിൻ്റെയും പ്രൊക്കാരിയോട്ടിൻ്റെയും യുക്കാരിയോട്ടിൻ്റെയും ക്യാരക്ടേഴ്സ് കാണിക്കുന്ന സെല്ലാണ് മീസോകാരിയോട്ടിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനെ കുറിച്ച് പഠിക്കാനുള്ളത്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പിന്നീടുണ്ടായ പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും ക്ലാസിഫിക്കേഷന് ഫൗണ്ടേഷനായിട്ട് ഫങ്ഷൻ ചെയ്തൊരു ക്ലാസിഫിക്കേഷനാണ് ഈ വിറ്റേക്കേഴ്സ് 5 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഷോർട്ട് എസ്സേ ആയിട്ട് എക്സാമിന് ചോദിക്കാറുള്ള പോർഷനാണ്. അപ്പം സിമ്പിളാണ്, ഫുൾ മാർക്ക് വാങ്ങാവുന്ന ഒരു പോർഷനാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.